അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയരി പായസം. മുളയരി ഞാൻ ആദ്യമാണ് കാണുന്നതും ഇതിൻ്റെ പായസം കുടിക്കുന്നു കേട്ടോ. സംഭവം അപ്പോൾ അമ്മച്ചി ഇത് വയ്ക്കാന്നുള്ള പരിപാടിയാണ്. ഇനി എന്തരാകുമെന്ന് അറിയാൻ വയ്യ. അപ്പം മുളയരി പായസം തുടങ്ങാം. അതിൻ്റെ അകത്ത് വെച്ച് വയ്ക്കാൻ പറ്റില്ല സുഹൃത്തെ, ചൂടടിക്കും. അതുകൊണ്ടാണ് വെളിയിലോട്ട് വെച്ചത്. അങ്ങനെ നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വിറവുണ്ട്. ബാക്കി ചിരിച്ചോണ്ടിരിക്കണം. അമ്മച്ചി വീട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം പോലെ ചീരയും പച്ചക്കറികളും ഉണ്ട് കേട്ടോ. ഇത് നല്ല മുളവാണ്. ഇത് കാര്യമുളവല്ലേ അമ്മ? അത് വിറവ് മുളവാ. വിറവുണ്ട്. വിറവിനും ഒരു പഞ്ഞമില്ല കേട്ടാ. അമ്മാവച്ചി എല്ലാം ഇതൊക്കെ എല്ലാം ബ്ലറായിപ്പോയാ. ഇതാണ് നമ്മളെ തെക്കതി അമ്പലം. ഇത് ശ്രീരാമ ഭഗവാനാണ്. അവിടെ പട്ടാഭിഷേകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ നിന്നാണ് ഫസ്റ്റ് മണമ്പൂർ അമ്പലത്തിൽ കാവടി പോകുന്ന അമ്പലമാണ് കേട്ടോ അത്. ഇവിടെ ഒരുപാടുണ്ട് കാഴ്ചകൾ. എനിക്ക് തന്നെ കുറേ നാളായി ഇങ്ങനൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. നമ്മളെല്ലാം ഷോർട്സ് മാത്രമല്ലേ ഇടുന്നുള്ളൂ. വ്ളോഗ് എനിക്ക് നോക്കുന്നതാണ് പ്രശ്നം. ഇവിടെ നോക്കാം. വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. ഇപ്പം നമ്മൾ ബ്ലോഗൊക്കെ കാണാൻ എന്തിരി എല്ലാം കയ്യിൽ നിന്ന് പോകണം. അപ്പോൾ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളൊരു കമൻറ്റ് ഇടണം. സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും കുക്കിങ് പിന്നെ നാടും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ. മൽബറി കിട്ടി കേട്ടോ കഴിക്കാൻ. മൽബറി കൊണ്ടുവന്ന് ഈ മോനാണ്. ഈ മോൻ എത്രയിലാണ് പഠിക്കുന്നത്? മോൻ 8ൽ. ഈ മോൻ ഇങ്ങനെയൊന്നും അല്ല, കാണും പോലെയൊന്നും അല്ല മോൻ ഇപ്പം ഈ ഒരു ചിരിയും കളിയൊക്കെ ഭവ്യത ഉണ്ടെന്നുള്ള ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവൻ്റെ യഥാർത്ഥം നീ വിളി മുളയരി കേട്ടോ. അപ്പോൾ ഈ സംഭവിച്ചത് തലേ ദിവസം നമ്മളിത് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിന്നെ പിറ്റേന്നത് ഇന്ന് എടുത്തിട്ട് ഇതിനെ നമ്മൾ ഗ്യാസിലല്ല ഇതിൽ നമ്മൾ ആവിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെയാണ് പായസമാക്കുക. നമ്മൾ ഉരുളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കുറുവി എടുക്കണമല്ലേ? അല്ല, ഇതിലോട്ട് ഇനി നമുക്ക് ആ മുളയരി വേവിച്ചതിട്ട് കൊടുക്കണം. ഓക്കെ, മുളയരി നമുക്ക് 2ാം പാലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ചപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ സാധനം. ഇനി അവസാനം റവക്കഞ്ഞി ആവുമുണ്ടോ? ഇനി നമ്മൾ കാത്തിരിക്കണം പായസം കുടിക്കാൻ വേണ്ടി. മുളയരി പായസം നമുക്ക് കുറച്ച് ഉണത്തേങ്ങ. അയ്യോ എന്തിനാ വെച്ച് അത് പോയത്? ഉണക്കത്തേങ്ങ പൊട്ടിച്ചിട്ട് എടുക്കാം. ഉണക്കത്തേങ്ങ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇവനെ നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടിലായിട്ട് എടുക്കണം. ഇത് ശർക്കരയും കൂടി ഇതിനാ സൂപ്പറാണ് കേട്ടോ. പായസമൊക്കെ അടുപ്പിൽ തിളയ്ക്കുന്ന നേരത്തിൽ നമുക്ക് ഈ കൊട്ടത്തേങ്ങ കീറി അരിഞ്ഞെടുക്കാം. ഉണക്കത്തേങ്ങ, കൊട്ടത്തേങ്ങ, കുടുക്കത്തേങ്ങ. പണ്ട് തേങ്ങ ആട്ടാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അത്രയും അരിഞ്ഞിടും. ഇത് അടിയിൽ പിടിക്കാൻ നമ്മൾ കഴിവൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം എടുത്തത് എല്ലാം വെറുതെ ആയിപ്പോവും. നല്ല ഉഗ്ര ഒരു മലക്കറിക്കാണ്ട് കേട്ടോ. ഇതിനെന്താ മലക്കറിക്കായല്ലേ അമ്മ? മലക്കറിക്ക സെറ്റായിട്ട് നിൽക്കണ്ട. ചെറുക്കൊന്ന് ചരിഞ്ഞു പോയി. പക്ഷേ അമ്മാവച്ചി അതിനെ അപ്പുറത്തോടെ കെട്ടി വെച്ചിട്ടുണ്ട്. തൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൊണ്ട് എടുത്തിട്ടുണ്ട്. അയ്യോ കയ്യിൽ പോയേ. തൊണ്ട് കിട്ടിയിട്ടുണ്ട്. തൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തൊണ്ട് സെറ്റ് ആണോ? പോഞ്ഞിരുന്ന് കത്തും. തൊണ്ട് കണ്ട കയറണണ്ട, കത്തി കയറണണ്ട. അപ്പം നമ്മൾ പൊടിച്ചു വെച്ചാൽ കുറച്ച് ഏലക്ക ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. അയ്യോ അതാണ് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. ചൂട്ട് വലിച്ച് വരി വയ്ക്കില്ലെന്ന് പറഞ്ഞു. നല്ല മുളകുകളുണ്ട് കേട്ടോ അവിടെ. നല്ല ഉണ്ട മുളകാണ്. പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റിയ മുളകാണിത്. പായസം എന്താ പറ്റി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. കുടിച്ചു വെക്കണം. എന്ന് പെട്ടെന്നായിരുന്നെങ്കിലും കുടിക്കാൻ. ശർക്കര കൂടിയാന്ന് തോന്നി. നമ്മളെ ഈ ഏലക്കയും പഞ്ചാരയും കൂടി ഇട്ട് പൊടിച്ചിട്ട് നമ്മളതിനകത്ത് തൊട്ട് നോക്കണം. തൊട്ട് നോക്കുമ്പോൾ നമ്മളെ നാക്കിനൊരു നല്ല തണുപ്പ് ഒരുമാതിരി വരും. അപ്പോഴതായത് നമ്മളെ ഗ്ലൂക്കോസ് പൊടി നമ്മൾ തിന്നൂലേ, അപ്പോഴൊരു തണുപ്പ് ഒരു രുചി. അതുപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടാണോ നോക്കാം. അതുപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളിതിൽ 2ാം പാലോടെ ഒഴിച്ചു കൊടുക്കാം. 1ാം പാല്, സോറി. 1ാം പാൽ വാങ്ങിയിട്ട് നമുക്ക് ഇതിലോട്ട് മൂപ്പിച്ചിടാം. എന്തിനു മൂപ്പിച്ചിടാന്ന് പറയാ? തേങ്ങ, മുന്തിരിങ്ങ. അങ്ങനെ നമ്മളെ പാത്രത്തോടെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലോട്ട് നമുക്ക് തേങ്ങ വറുത്തില്ലെന്നും ഉണക്ക തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ നെയ്യ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അത് പിടണ്ട. അതെന്തേ ഇങ്ങോട്ട് പിടിയുണ്ട്. അത് നമ്മളെ കിസ്മിസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. നമുക്ക് അതിലോട്ട് നമ്മളെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അപ്പം നമ്മളെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സൂപ്പറുണ്ട്. ഒഴിച്ചോ. ആ തോർത്ത് അതിൻ്റെ അകത്ത് ഇടണ്ട കേട്ടോ. തോർത്ത് നമുക്ക് പിന്നെ ഇടാം.
അങ്ങനെ നമ്മളെ മുളയരി പായസമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കുടിക്കാം. ഞാൻ കുടിക്കട്ടോ. നമ്മളൊരു അരിപ്പായസം അല്ലേ, അതൊക്കെ കുടിക്കണം. അതേ ടേസ്റ്റ് തന്നെ കേട്ടോ, അരിപ്പായസം തന്നെ. പക്ഷെ മധുരം കുറച്ച് കൂടിപ്പോയി. എന്തായാലും കിടിക്ക്, സാധനം കിടിക്ക്. അമ്മച്ചിൻ്റെ ടീമൊക്കെ അകത്തിരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മളെ വ്ളോഗൊക്കെ കാണുക ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ഇട്ട് നമ്മൾ ചെയ്യാൻ കേട്ടോ. നമുക്ക് പിന്നെ വ്ളോഗ് അങ്ങനെ ഒരു ശീലമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, വ്ളോഗ് ഇട്ട് ശീലമില്ല. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ എന്തായാലും കാണാം. ബൈ.